കൂട്ടുകാരെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡയറക്റ്റിംഗ് ആണ്. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. It is the managerial function of guiding, supervising, motivating and leading a people towards the attainment of planned target of performance. അപ്പോൾ എന്താണ്, ഇതൊരു മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. എന്താണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജറിയൽ ഫങ്ഷൻ ആണ്. എന്തിനു വേണ്ടി? ഗൈഡ് ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാനൊക്കെയാണ്. എന്തിന്? നമ്മളെ എംപ്ലോയീസിനെ നമ്മൾ എന്തൊക്കെ ചെയ്തു വെച്ചു, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, പിന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്തു, പിന്നെ നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാഫിങ് വരെ നമ്മൾ കഴിഞ്ഞു. ഇനി എന്തോ, നമ്മൾ റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിനെ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യണം? ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം, അവരെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അവരെ നയിക്കണം, ലീഡ് ചെയ്യണം. ലീഡിങ് പീപ്പിൾ ടുവേർഡ്സ് ദ ഗോൾ, നമ്മുടെ ഗോളിൻ്റെ അടുത്തേക്ക് അവരെ എന്ത് ചെയ്യണം? നമ്മൾ നയിക്കണം. എന്തിനു വേണ്ടി? നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, സെലക്ട് ചെയ്തിട്ടുള്ള, ട്രെയിൻ കൊടുത്തിട്ടുള്ള എംപ്ലോയീസിനെ സൂപ്പർവൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ നമ്മുടെ ഗോളിൻ്റെ അടുത്തേക്ക്, നമ്മുടെ ടാർഗറ്റ് പെർഫോമൻസ്, നമ്മൾ ഏതൊക്കെ പെർഫോമൻസ് ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ നയിക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ഡയറക്റ്റിംഗ് എന്താണ്? എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ നമ്മുടെ പ്ലാൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡയറക്റ്റിംഗ് എന്ന് പറയാം. ഡയറക്റ്റിംഗ് മാനേജറിയൽ ഫംഗ്ഷനാണ്. നമ്മളെ എംപ്ലോയീസിനെ എന്ത് ചെയ്യാണ്? അവരെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? അറ്റൈൻമെൻറ്റ് ഓഫ് ദ പ്ലാനഡ് ടാർഗറ്റ് ഓഫ് പെർഫോമൻസ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ മുന്നോട്ട് നയിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിൻ്റെ എന്താണ്? ആക്ഷനാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? പ്ലാനിങ് വരെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് ആക്ഷനിലേക്ക് പോകുന്ന ഏതിലൂടെ മാത്രമാണ്? ഡയറക്റ്റിംഗ്. നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇറ്റ് ഈസ് സെറ്റ് ടു ബി മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. മാനേജ്മെൻറ്റ് ആക്ഷൻ എടുക്കുന്ന ഏതിലൂടെയാണ്? ഡയറക്റ്റിംഗ് എന്ന ഫംഗ്ഷനിലൂടെയാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ മാനേജ്മെൻറ്റിലും ലെവൽസ് ചെയ്തുണ്ട് ഡയറക്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ലെവൽസ് മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് അറിയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും എന്തുണ്ട്? ഡയറക്റ്റിംഗ് ഉണ്ട്. അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എല്ലാ ലെവൽസിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്? ടോപ്പ് ലെവൽ തൊട്ട് മിഡിൽ ലെവൽ, ലോവർ ലെവൽ, എല്ലാ ലെവൽസിലും മാനേജ്മെൻറ്റ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റിംഗ് എന്താണെന്ന് അറിയാൻ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ ഗൈഡ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അവരുടെ നമ്മുടെ ടാർഗറ്റ് പെർഫോമൻസിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതൊരു മാനേജ്മെൻറ്റ് ഇൻ ആക്ഷനാണ്, കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, ആപ്ലിക്കബിൾ ടു ഓൾ ലെവലാണ്. എല്ലാ ലെവൽസിലും അത് ആപ്ലിക്കബിൾ ആവുകയാണ്. ഇത് മെയിൻ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ഡയറക്റ്റിംഗ് ആ ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ. അപ്പം 4 കാര്യങ്ങളാണ് മെയിനായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. അപ്പോൾ ഈ 4 ആക്ടിവിറ്റീസാണ് ഡയറക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിനെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ലീഡ് ചെയ്യണം, അവരെ നമ്മൾ നയിക്കണം. മുന്നിൽ നിന്ന് ഒരു നേതാവിനെ പോലെ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പരിഗണിച്ച് അവരെ നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി, മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു പ്രവൃത്തി. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. നമ്മളുടെ ഗോൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അതിന് ഏതൊക്കെ ടാസ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ പെർഫോം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിച്ചാൽ മാത്രമേ എന്തുള്ളൂ, അവർക്കതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. ദെൻ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യണം? മോട്ടിവേഷൻ കൊടുക്കണം, അവരെ മുന്നോട്ട് നയിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് സോൾവ് ചെയ്യുകയും അവരെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ നമ്മൾ കൊടുക്കണം. അവരെ ഇൻസ്പയർ ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കണം? വർക്ക് ചെയ്യണം. മറ്റൊരാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. മോട്ടിവേഷൻ ചെയ്യണം. അതിനുശേഷം സൂപ്പർവിഷൻ ചെയ്യണം. എന്താണ് സൂപ്പർവിഷൻ? അവർ ചെയ്യുന്ന വർക്കിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അവർ കറക്റ്റ് രീതിയിലാണ് ചെയ്തേക്കുന്നത്, ആ വർക്കിന് ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ നോക്കണം?
ഡയറക്റ്റിംഗ് എന്ന ഫംഗ്ഷനിലൂടെ നോക്കണം. 4 ആക്ടിവിറ്റീസാണ് ഡയറക്റ്റിംഗ് മെയിനായിട്ട് നോക്കുന്നത്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് സൂപ്പർവിഷൻ. ദെൻ ഇറ്റ് ഇനിഷ്യേറ്റ്സ് ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാനഡ് ആക്ഷൻ. അപ്പോൾ അതെന്താണ്? ഓർഗനൈസ്ഡും ആണ്, പ്ലാനഡും ആണ്. നമ്മൾ നേരത്തെ മുൻകൂട്ടി എല്ലാം തീരുമാനിച്ച് വെച്ചേക്കുവാണ്, അതനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നു. ആൻഡ് എൻഷുവേഴ്സ് എഫക്റ്റീവ് പെർഫോമൻസ് ബൈ സബോർഡിനേറ്റ് ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് എഫോർട്സ്. അപ്പോൾ എന്താണ് ഇനി ഇതെന്താണ് എൻഷുർ ചെയ്യേണ്ടത്? എഫക്റ്റീവ് പെർഫോമൻസ് ആണ്. നല്ല മാക്സിമം യൂട്ടിലൈസേഷൻ നമ്മൾ റിസോഴ്സ് ചെയ്തുകൊണ്ട് നല്ല എഫക്റ്റീവ് വേയിൽ നമ്മൾ പെർഫോം ചെയ്യണം. സബോർഡിനേറ്റിനെ എന്തിലേക്ക് നമ്മൾ നയിച്ചിരിക്കണം? നമ്മളെ ഗോളിലേക്ക്. അതെങ്ങനെ ആയിരിക്കണം? ഗ്രൂപ്പ് എഫോർട്സ് ആയിരിക്കണം. ഒരാളോ രണ്ടുപേരോ അല്ല, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മുഴുവൻ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു ഗ്രൂപ്പ് എഫോർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്ലാൻഡ് ആക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡയറക്റ്റിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഡയറക്റ്റിംഗ് എന്താണ്? എംപ്ലോയീസിനെ നമ്മളെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യിപ്പിക്കുക, ലീഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡയറക്റ്റിംഗ്. അത്രേ ഉള്ളൂ. നമ്മളെ ഗോളിലേക്ക് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ടുവരുന്നു. അതിനുവേണ്ടി നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്, സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സബോർഡിനേറ്റിനെ നമ്മുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണം? ഇൻഡിവിജ്വൽ എഫോർട്ട് ആയിരിക്കരുത് അതിനകത്ത് ഇടേണ്ടത്, ഗ്രൂപ്പ് എഫോർട്ടാണ്. എല്ലാ എംപ്ലോയീസിനെയും എല്ലാ ലെവൽസിനും ആപ്ലിക്കബിൾ ആയിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റിൻ്റെ 4 ഫങ്ഷൻസ് ആയിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റ്. ഇനി ഒരു ഫംഗ്ഷനേ ഉള്ളൂ, മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിങ്. അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഓൾ.